ഹലോ ഗൈസ്, ഇന്നലെ തന്നെ ബാക്കി ബ്ലോഗാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് വിമാനം കാണണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിമാനം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ കൊണ്ട് പോയി. പെൽച്ചക്കും കണ്ടു തുറന്നുകൊണ്ടിരിക്കൊണ്ട് അത്താഴത്തിൽ നീക്കേണ്ടി വന്നില്ല. എൻ്റെ അമ്മ കൊടുത്ത കട്ടൻ ചായയും പിന്നെ ബിസ്ക്കറ്റും കൂട്ടി ഞങ്ങൾ അത്താഴം കഴിച്ചു. ഞാൻ ഒരു 6 മണിക്കുണ്ട്, 5:30 ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്നൊക്കെ വലിയ തള്ളൊക്കെ തള്ളി. പക്ഷേ ഫ്ലൈറ്റും വരുന്നില്ല, വിമാനം വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഞങ്ങൾ അങ്ങനെ പോസ്റ്റായി. ആ സമയത്ത് ഇടി പൊട്ടിക്കൊണ്ട് ഞാൻ ഓരോരുത്തർ പറഞ്ഞു ഇടി പൊട്ടിക്കൊണ്ട് ഫ്ലൈറ്റ് എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുന്നു പറഞ്ഞപ്പോൾ ഓരോ അത് വിശ്വസിച്ചു. എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന മോയന്തോൾ കൂടുതലുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നുണ പറഞ്ഞ് ജീവിച്ചു പോകണം. നേരം പരാന്ന് വെളുത്തു. പെൽച്ചക്ക് നിൽക്കാൻ തുടങ്ങിയാൽ ഇതുവരെ വിമാനം പോയിട്ട് ഒരു ബസ് പോലും കണ്ടിട്ടില്ല. ഇത്ര നേരം ആയിട്ടും വിമാനം കാണാത്തതുകൊണ്ട് ഓരോ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. വിമാനവും കാണിക്കാൻ പറ്റില്ല. പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു കാക്ക മീൻ പിടിക്കണമെന്ന്, പിന്നെ തോണിയെങ്കിൽ തോണി വരച്ച് അവർക്ക് കാണിച്ചു കൊടുത്തു. ആരെ കുതിരത്തോന്ന് 2 ഇക്കാക്കന്മാരെ അതുവഴി വന്നിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല, വിമാനം കാണണമെങ്കിൽ നല്ല ഒഴിഞ്ഞ പറമ്പിട്ട് അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ കാക്കന്മാർ പറഞ്ഞ വഴി കൂടെ ഞങ്ങൾ പോയി. അതിനമ്മ ഏതാ ചാട്ടം, അണക്കൊന്നും അറിയില്ല എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പിൽ അടക്കാൻ മെയിൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നിൽ നടന്നു. നടന്നപ്പോൾ അറിഞ്ഞു വഴി കഴിഞ്ഞു, സബാഷ്. പിന്നെ അങ്ങോട്ട് കഠിനമായി കഠോരമായിട്ടുള്ള വഴികളിലൂടെ ഞങ്ങൾ നടന്നു. കുന്നുകൊണ്ട് അന്താളിച്ച് മെരിങ്ങാക്കൊള്ളി പോവാതെ പിൻവലിഞ്ഞു. ഒറ്റയ്ക്ക് എന്നാ കടുവ അടിക്കാൻ പറഞ്ഞിട്ട് ഓനെ പിടിച്ച് കയറ്റി. അങ്ങനെ എങ്ങനെയൊക്കെ പാടെല്ലാരും പാടെ കയ്യും പൊത്തി പിടിച്ച് കയറി. സുഹൃത്തുക്കളെ, ദൈവം ഭൂമിക്ക് കൊടുത്ത അത്ഭുതം കാണണോ? ഇതൊക്കെ കണ്ടിട്ടിനി മരിച്ചാലും സാരമില്ല. നിങ്ങൾ ഈ കാഴ്ച നോക്കിയേ. അൽഹംദുലില്ലാ, വിമാനം കണ്ടു, നീ ചത്താലും വേണ്ടില്ല. അങ്ങനെ വിമാനം കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ ശ്രമിക്കുകയാണ്. എന്താ സേന മുട്ട് വറക്കണ്ടോ? മൂസിനാണെങ്കിൽ വെള്ളപ്പാൻറ്റിൽ ചളിയായി അമ്മ തിരുമ്പി തരൂല എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയാണ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ തീവണ്ടി സ്റ്റോപ്പ് ആയിരിക്കുന്നു, ഫവാദ് സ്തംഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ബാക്കി പിന്നെ